ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നൊമാഡിക് ഇക്കോണൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തുറയിലുള്ള ഹിൽ പാലസിലാണ്. കൊച്ചി മഹാരാജാവിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഇത്. ഇപ്പോൾ ഇത് ഒരു പുരാവസ്തു മ്യൂസിയമാണ്. ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ടിക്കറ്റ് ചാർജ്. ഇവിടെ UPI പേയ്മെൻറ്റോ കാർഡ് പേയ്മെൻറ്റോ ഇല്ല. വരുന്നവർ കയ്യിൽ ക്യാഷ് കരുതണം. ഇത് എൻട്രൻസിനടുത്തായിട്ട് കാണുന്ന മനോഹരമായൊരു കുളവും കുളപ്പുരയുമാണ്. കുട്ടികൾക്കായിട്ട് ഇവിടെ മനോഹരമായ ഒരു പാർക്കുണ്ട്. കുന്നിൻ മുകളിലായിട്ടാണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഈ കൊട്ടാരത്തിന് കനകക്കുന്ന് കൊട്ടാരം എന്നും പേരുണ്ട്. കൊട്ടാരത്തിൻ്റെ എൻട്രൻസ് വരെ തട്ടുതട്ടായിട്ടുള്ള മനോഹരമായ പൂന്തോട്ടം നിർമ്മിച്ചിട്ടുണ്ട്. ഇതുപോലെ മനോഹരമായ ഫൗണ്ടനും കുളങ്ങളും കൊട്ടാരത്തിൻ്റെ വിവിധയിടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. തട്ടുതട്ടായി നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ പൂന്തോട്ടത്തിനിടയിലൂടെ ചുറ്റിത്തിരിഞ്ഞു പോകുന്ന രീതിയിലാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. കാറിൽ വരുന്നവർക്ക് കൊട്ടാരത്തിൻ്റെ താഴെ വരെ ഈ റോഡിലൂടെ നമുക്ക് എത്താൻ സാധിക്കും. ഇതാണ് കൊട്ടാരത്തിൻ്റെ മെയിൻ എൻട്രൻസ്. ഏകദേശം 49 ബിൽഡിങ്ങോളം ഈ കൊട്ടാര സമുച്ചയത്തിലുണ്ട്. 13,000 സ്ക്വയർ ഫീറ്റാണ് ഈ കൊട്ടാരത്തിൻ്റെ വിസ്തീർണം. ഏകദേശം 52 ഏക്കറിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. 4ഓളം മലയാള സിനിമകൾ ഈ കൊട്ടാരത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ പൂക്കൾ പിടിച്ചിരിക്കുന്ന പ്രതിമ എല്ലാവർക്കും ഓർമ്മ കാണും. മണിച്ചിത്രത്താഴ് സിനിമയിൽ ഇന്നസെൻ്റ് ഈ പ്രതിമയിലാണ് കുട തൂക്കുന്നത്. ഈ ബ്രിക്ക് കളറിൽ ടവർ പോലെ പണിത് വച്ചിരിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ലിഫ്റ്റാണ് ഇത്. ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം 12:30 ആയിരുന്നു. കൊട്ടാരം ലഞ്ച് ബ്രേക്കിനായിട്ട് അടച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് പുറത്തുള്ള കാഴ്ചകൾ കാണാൻ തീരുമാനിച്ചു. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് 2 മണിക്കാണ് കൊട്ടാരം തുറക്കുക. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 9 മുതൽ 12:30 വരെയും ഉച്ചയ്ക്ക് 2 മുതൽ 4:30 വരെയാണ് മ്യൂസിയത്തിൽ നമുക്ക് കയറാൻ സാധിക്കുക. ചിൽഡ്രൻസ് പാർക്കിലും അതുപോലെ തന്നെ ഡിയർ പാർക്കിലും നമുക്ക് 6 മണി വരെ, വൈകിട്ട് 6 മണി വരെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങോട്ടേക്ക് ഒരു വഴി പോലെ പോകുന്നുണ്ട്. പ്രൊഹിബിറ്റഡ് ഏരിയ ആയതിനാൽ അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ഈ കാണുന്നത് കൊട്ടാരത്തിൻ്റെ ഫ്ലാഗ് പോളാണ്. മരത്തിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഒടിഞ്ഞു വീണ് കിടക്കുകയാണ്. ഈ കാണുന്നത് മനോഹരമായിട്ടുള്ള ഒരു പർഗോള ഗാർഡനാണ്. ഇവിടെ മനോഹരമായൊരു ഫൗണ്ടനും അതിന് ചുറ്റും ഇരിക്കാനായിട്ടുള്ള ഇരിപ്പിടങ്ങളുമുണ്ട്. ഈ കൊട്ടാരത്തിലെ പല ബിൽഡിങ്ങുകളും കാലാകാലങ്ങളായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടവയാണ്. ആദ്യത്തെ ബിൽഡിംഗ് പണിതത് ഏകദേശം 1855 രവിവർമ്മ മഹാരാജാവാണ്. ഈ ഓടുമേഞ്ഞ നടപ്പാത ചെന്നെത്തുന്നത് ഒരു കുളത്തിലേക്കാണ്. ഈ കുളത്തിൻ്റെ അടുത്ത് ഒരു പരദേവതാ ക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ ഈ കൊട്ടാര സമുച്ചയത്തിലെ ആദ്യത്തെ ബിൽഡിങ്ങും സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. മണിച്ചിത്രത്താഴ് സിനിമയിൽ കാണുന്ന ഓടുമേഞ്ഞ ആ നടപ്പാത ഇതാണ്. ഈ കാണുന്നത് 2 നടുമുറ്റങ്ങളോട് കൂടിയ 8-കെട്ടാണ്. ഈ കാണുന്നതാണ് പരദേവതാ ക്ഷേത്രം. കളിയൂഞ്ഞാൽ സിനിമയിലെ അമ്പലത്തിൻ്റെ സീൻ ഇവിടെ ഷൂട്ട് ചെയ്തിരുന്നു. ഇതാണ് ഓടിട്ട നടപ്പാത അവസാനിക്കുന്നിടത്തുള്ള കുളം. ഇവിടെ മണിച്ചിത്രത്താഴ് സിനിമയിലെ ഒരു ഭാഗം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ കുളത്തിൽ കൈകൊണ്ടിരിക്കുമ്പോൾ സുധീഷ് എടുത്ത് ചാടുന്ന ഒരു സീനുണ്ട്. അതിവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ
ഈ കാണുന്നതാണ് ഡിയർ പാർക്ക്. ഇവിടെ മ്ലാവുകളെയും മാനുകളെയും വളർത്തുന്നുണ്ട്. കുട്ടികൾക്ക് മാനിനെ വളരെ അടുത്ത് കാണാൻ സാധിക്കും ഇവിടെ. ഈ കാണുന്നത് യു ഷേപ്പിലുള്ള ഒരു തുരങ്കമാണ്. ഇതിന് അകത്തേക്ക് അധികം ദൂരമൊന്നുമില്ല. യു ഷേപ്പിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെന്തെങ്കിലും ഒരു ചരിത്ര പ്രാധാന്യം ഉണ്ടോ എന്ന് അറിയില്ല. മലയാളം സിനിമയിലെ മൂന്നാം പുറം എന്ന സിനിമയിൽ മോഹൻലാൽ എൻ്റർ ചെയ്യുന്ന ടണൽ ഇതാണ്. കുട്ടിക്കാലത്ത് ഈ മ്യൂസിയം കാണാൻ വന്നപ്പോൾ ഈ ടണൽ കണ്ടിരുന്നു. അന്ന് വിചാരിച്ചിരുന്നത് മഹാരാജാവിന് ശത്രുക്കൾ വരുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി നിർമ്മിച്ച ടണലാണെന്നാണ്. ഇവിടെയാണ് പരീക്ഷിത് മഹാരാജാവ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ദിനോസറിൻ്റെ വലിയൊരു പ്രതിമ ഇവിടെ ചെയ്തു വച്ചിട്ടുണ്ട്. യൂറോപ്യൻ ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. മൂന്നാം പുറം സിനിമയിൽ ഈ ബിൽഡിംഗ് നിങ്ങൾ കണ്ടു കാണാം. ബന്ധുക്കളായ ആളുകളെയും കൊണ്ട് ഒരു ബിൽഡിങ്ങിലേക്ക് കയറി പോകുന്ന സീനുണ്ട്. അതിവിടെയാണ് ഷൂട്ട് ചെയ്തത്. 1980 രാജകുടുംബം ഈ കൊട്ടാരം ഗവൺമെൻറ്റിന് കൈമാറിയത്. ഗവൺമെൻറ് അതൊരു പുരാവസ്തു മ്യൂസിയമായിട്ട് കൺവേർട്ട് ചെയ്ത് 1986 പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തു. കൊട്ടാരത്തിന് ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു. ഏകദേശം 2 മണിയായി. കൊട്ടാരം തുറന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ അകത്ത് കയറി കാണാവുന്നതാണ്. കൊട്ടാരത്തിനകത്ത് വീഡിയോഗ്രാഫി പെർമിറ്റഡ് അല്ല, അതുകൊണ്ട് ഇനി ഫോട്ടോസാണ് കാണിക്കുന്നത്. മനോഹരമായി തടി നിർമ്മിച്ചിട്ടുള്ള ഒരു സ്റ്റെയർ കേസാണ് ഈ കാണുന്നത്. ഈ കാണുന്നതായിരുന്നു കൊച്ചി രാജവംശത്തിൻ്റെ രാജകീയ ചിഹ്നം. ഇതാണ് നമ്മൾ ആദ്യം കണ്ട ലിഫ്റ്റിൻ്റെ ഉൾവശം. ഇതാണ് മഹാരാജാവിൻ്റെ ക്യാബിനറ്റ് ഹാള്. ഈ കാണുന്നതാണ് രാജസിംഹാസനം. കരിവീട്ടിൽ ചെയ്ത് വെള്ളി പൊതിഞ്ഞാണ് ഈ സിംഹാസനം. പൂർണ്ണമായും കരിവീട്ടിൽ ചെയ്തെടുത്തതാണ് ആനയുടെ ഈ ശില്പം. ഒറിജിനൽ ആനക്കൊമ്പ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്.
ഇത് ഹീബ്രു ഭാഷയിലുള്ള ബൈബിളാണ്. പണ്ടുകാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കുതിരവണ്ടികളാണ് ഈ കാണുന്നത്. വിവിധ തരത്തിലുള്ള പല്ലക്കുകളാണ് ഇവിടുത്തെ ഡിസ്പ്ലേയിലുള്ളത്. കടുത്ത കുറ്റകൃത്യങ്ങൾ ചെയ്ത കുറ്റവാളികളെ തൂക്കിലേറ്റുന്നതിന് വേണ്ടി പണ്ട് ഉപയോഗിച്ചിരുന്ന ലോഹക്കൂടാണ് ഈ കാണുന്നത്. ഈ ഡിസ്പ്ലേ വച്ചിരിക്കുന്നത് നന്നങ്ങാടി കുടങ്ങളാണ്. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ഒരു മിനിയേച്ചറാണ് ഈ കാണുന്നത്. കൊട്ടാരത്തിലെ ഏറ്റവും ലാസ്റ്റത്തെ ഗാലറിയായ 14ാമത്തെ ഗാലറിയിലാണ് ഈ സ്വർണ്ണ കിരീടം വച്ചിട്ടുള്ളത്. 1.75 kg പ്യുവർ ഗോൾഡിലാണ് ഈ കിരീടം നിർമ്മിച്ചിട്ടുള്ളത്. പോർച്ചുഗീസ് എംപററായിരുന്ന മാനുവൽ I അന്നത്തെ കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മ തിരുമുൽപ്പാട് രാജാവിന് സമ്മാനിച്ചതാണ് ഈ കിരീടം. 101 ഡയമണ്ട്, 45 എമറാൾഡ്, 205 റൂബീസ് എന്നിവ കൊണ്ട് ഈ കിരീടം അലങ്കരിച്ചിട്ടുണ്ട്. ഈ ഗാലറിയിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും പെർമിറ്റഡ് അല്ല, അതുകൊണ്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഈ കാണുന്നത് ശിലാശില്പ ഗാലറിയാണ്. ഗന്ധർവൻ്റെ ഒരു കൽപ്രതിമയാണ് ഈ കാണുന്നത്. ഇതാണ് പൈതൃക ദൃശ്യമന്ദിരം. ഈ കൊട്ടാര സമുച്ചയത്തിലെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ബിൽഡിംഗാണിത്. ഇത് 2 നടുമുറ്റങ്ങളോടുകൂടി ഒരു 8-കെട്ട് മാതൃകയിലാണ് ഇത് പണികഴിപ്പിച്ചിട്ടുള്ളത്. രാജകുടുംബം ആദ്യം താമസിച്ചിരുന്ന ഇവിടെയാണ്. കൊട്ടാരത്തിൻ്റെ പണി പൂർത്തിയായതിനു ശേഷം അങ്ങോട്ടേക്ക് മാറി താമസിക്കുകയായിരുന്നു. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ്. നമ്മുടെ കേരള ചരിത്രത്തെക്കുറിച്ച് പഠിക്കാൻ ഉതകുന്ന ഗാലറികളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തൃപ്പൂണിത്തുറ ഹിൽ പാലസിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും പുതിയ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി കാണുന്നവരെ ഗുഡ് ബൈ.